ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം എല്ലാവരും ഫിറ്റായിട്ടും സേഫ് ആയിട്ട് ഇരിക്കുകയെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പം ഞാൻ ഇപ്പോൾ കുറേ ആയിട്ട് ഈ വെയിറ്റ് ലോസ് പിന്നെ അതേപോലെ തന്നെ എക്സസൈസ് അത് റിലേറ്റഡ് വീഡിയോസൊക്കെയാണ് അപ്ലോഡ് ചെയ്യാറ്. അപ്പം ഞാൻ വിചാരിച്ചു ഇന്നിപ്പോൾ ട്രാക്ക് ഒന്ന് മാറ്റി പിടിക്കാം. കാരണം എല്ലാവരും വെയിറ്റ് ലോസ് കണ്ടിട്ടൊന്നുമല്ല എൻ്റെ സബ്സ്ക്രൈബ് ചെയ്തത് ചാനൽ. ഞാൻ വിചാരിച്ചു ജസ്റ്റ് ഒന്ന് മാറ്റി പിടിക്കാം, ജസ്റ്റ് ഒന്ന് എന്താ പറയുക ചില്ലാക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഞാനിങ്ങനെ വെറുതെ ഇരുന്നപ്പോൾ ഞാൻ വെറുതെ ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി ഇട്ടു. അതായത് ഏത് ഫിലിമിലെ ക്യാരക്ടറാണ് എന്നെ റിസംബിൾ ചെയ്യുന്നത്, ഏത് ക്യാരക്ടറിനെ പോലെയാണ് ഞാൻ എന്ന് ഞാൻ വെറുതെ ഒന്ന് ഇട്ടതാ. ഞാൻ വിചാരിച്ച ആരും റെസ്പോണ്ട് ചെയ്യില്ലാന്ന്, പക്ഷെ കുറേ റെസ്പോൺസ് വന്നു. അപ്പം കുറേ റെസ്പോൺസ് വന്നപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ വെൽ ഫൈൻ, എന്നാൽ പിന്നെ നമുക്കത് ഷെയർ ചെയ്യാൻ വിചാരിച്ചു. അപ്പോൾ ആദ്യം എനിക്ക് വന്ന റെസ്പോൺസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പറക്കുന്നളിയിൽ നമ്മുടെ നിത്യദാസിൻ്റെ റോളുണ്ടല്ലോ, അതാണ് എനിക്ക് വന്നത്. നമ്മുടെ ബുക്കാറോ ചിന്നക്കുട്ടി മുതൽ പള്ളിയൊക്കെ കഴിഞ്ഞ അവനിങ്ങടെ വന്ന മുമ്പേ പടിയറിയിക്കോ. പടയപ്പ സിനിമയൊക്കെ ഞാൻ കണ്ടിട്ടുള്ളത്. ബുക്കാറ ട്രെയിനിന്റെ സമയമൊന്നും എനിക്ക് അറിയാൻ പാടില്ല. ബുക്കാറല്ല വീട്. അതിലെ പോലൊക്കെ തന്നെ അത്യാവശ്യം വട്ടി കേസാണ് ഞാൻ എന്നതിൽ ഞാൻ എന്താ പറയാ അഭിമാനിക്കും. അപ്പൊ ഫസ്റ്റ് കിട്ടിയത് അതാണ്. പിന്നെ എനിക്ക് നമ്മുടെ അപ്പുക്കുട്ടനെ കിട്ടി, ഹരിഹർ നഗറിലെ അപ്പുക്കുട്ടൻ. പിന്നെ എനിക്ക് കിലുക്കത്തിലെ രേവതീനെ കിട്ടി. പിന്നെ അത് കഴിഞ്ഞിട്ട് എനിക്ക് എൻ്റെ ഒരു ഫ്രണ്ട് ഷീല എന്ന് ടൈപ്പ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ആള് ഷീല ഷീല അപ്പം ഞാൻ ചോദിച്ചു ഷീല ആക്ട്രസ് ആണോ ചോദിച്ചപ്പോൾ പറഞ്ഞു അതെ ആക്ട്രസ് ഷീലയാണ്, പക്ഷെ ആൾക്ക് സിനിമ കിട്ടുന്നില്ല. അപ്പം അതിൻ്റെ കാര്യത്തിൽ ആളൊന്ന് കൺഫേം ആക്കട്ടെ എന്ന് ഞാൻ വിചാരിച്ചു. ഇനിയിപ്പോൾ ആള് കൺഫേം ആക്കി പറയുകയാണെങ്കിൽ ഞാനപ്പോൾ ഷെയർ ചെയ്യും. പിന്നെ എനിക്ക് വന്നത് എന്താന്ന് വെച്ച് ഇതാണ് ഡോറ പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു നമ്മുടെ നയൻതാരയുടെ പടം ഉണ്ടല്ലോ ഡോറ, അതാണ് ഉദ്ദേശിച്ചത്. പക്ഷെ ചോദിച്ചപ്പോൾ പറഞ്ഞു അതല്ല, നമ്മുടെ ഡോറയുടെ പ്രയാണമാണ് ഉദ്ദേശിച്ചത്, ബാക്ക് അതാണ് ഉദ്ദേശിച്ചത്. എനിക്കാണെങ്കിൽ ഇത്രയും ഇഷ്ടമില്ലാത്തൊരു കാർട്ടൂണില്ല. അപ്പം എന്തായാലും അങ്ങനെ ഡോറയും കിട്ടി. പിന്നെ അവസാനം ഇപ്പം ഞാൻ നോക്കിയപ്പോൾ എനിക്ക് വന്നത് ടെസ, നമ്മുടെ ചാർലിയില്ല ടെസ. അതെന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. ഇനിയിപ്പോൾ അതിലവളിങ്ങനെ വീട്ടുകാരൊന്നും പറഞ്ഞ് കേൾക്കാണ്ട് നടക്കുന്ന അങ്ങനത്തെ ഒരു ടൈപ്പാണല്ലോ. ഇനിയിപ്പോൾ അതുകൊണ്ടാണോ എനിക്കറിയാൻ കണ്ടിട്ടൊരു ട്രാവലർ വൈബ് അല്ലെങ്കിൽ അങ്ങനെ അങ്ങനെ ടെസ്സേണ്ട പോലെ ഒന്നുമല്ല. എന്തെങ്കിലാവട്ടെ, എന്തൊരാൾക്കൊക്കെ തോന്നിയതാണല്ലോ അവർ പറയുന്നത്. അങ്ങനെ പറഞ്ഞ് ഇനിയിപ്പോൾ ഇനി വല്ല റെസ്പോൺസ് വരികയാണെങ്കിൽ ഞാൻ ഈ വീഡിയോയുടെ കൂടെ ആഡ് ചെയ്യുന്നതായിരിക്കും. 24 hours ഉണ്ടല്ലോ സ്റ്റോറി പെട്ടിട്ടേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ അപ്പോൾ ഈ ക്യാരക്ടേഴ്സ് എല്ലാം ഒരുമിച്ച് നോക്കിയപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. ഞാനൊരു അരവട്ടി കേസാന്ന് മനസ്സിലായി. ഇതെല്ലാം കൂടി ഒരുമിച്ച് കൂട്ടി വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി ഞാനൊരു അരവട്ടി കേസാന്നുള്ള കാര്യം. അപ്പോൾ ഈ വിവരം എന്നെ അറിയിച്ച എൻ്റെ എല്ലാ ഫോളോവേഴ്സിനും താങ്ക്സ്. പിന്നെ അതേപോലെ തന്നെ എൻ്റെ എന്താ പറയുക ഇൻസ്റ്റഗ്രാം ഫോളോ ചെയ്യാത്തവർക്ക് വേണ്ടി ഞാൻ എൻ്റെ ഇൻസ്റ്റഗ്രാം ഹാൻഡിൽ താഴെ കൊടുക്കാം, ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ ഒന്ന് കയറി ഫോളോ ചെയ്യാം. പിന്നെന്താ അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഒരു റെസ്പോൺസ് കൂടി വന്നിട്ടുണ്ട്. നമ്മുടെ കാര്യസ്ഥല്ല വടിവേലും അഥവാ നമ്മുടെ സുരാജിന്റെ കുട്ടാപ്പൊട്ടാ ബന്ധം അത് വന്നിട്ടുണ്ട്. പിറന്നത് 2 ഗർഭപാത്രത്തിലാണെങ്കിൽ വളർന്നത് നിന്റെ പാത്രത്തെ കൈയിട്ട് വരിയിട്ട. അപ്പോൾ 2 ദിവസം മുന്നേ കേട്ടോ ഞാൻ ആ വീഡിയോ ഷൂട്ട് ചെയ്തത്. അത് കഴിഞ്ഞിട്ട് പിന്നെയുള്ള റെസ്പോൺസ് ഒന്നും ഷൂട്ട് ചെയ്യാൻ ടൈം കിട്ടിയില്ല. ഞാൻ ഇൻസ്റ്റയിൽ സ്റ്റോറി ഇട്ടേ, ഇൻസ്റ്റയിൽ ഫോളോ ചെയ്യുന്നവർക്കറിയാം, ഇൻസ്റ്റയിൽ ഞാൻ സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ വന്ന ക്യാരക്ടേഴ്സ് ഏതൊക്കെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഒറിജിനൽ വടിവേലും மூர்த்தி பேசுறேன்ப்பா. சொல்லு மாமா. டீ கடைக்கு போமா? டேய், டீ கடை போறதுக்கு ஏத்த வீட்ல இருந்து போன இடம் சொம்ப. എന്നടാ അത് എവിടെ பார்த்தாலும் എരിഞ്ഞു വിടുறாங்க. എന്നിട്ട് പറഞ്ഞു വടിവേലുവിന്റെ ഏത് ക്യാരക്ടറും പറ്റുമെന്ന് പറഞ്ഞ് എൻ്റെ ഒരു ഫ്രണ്ട് കമന്റ് ചെയ്തിട്ടുണ്ട്. തിങ്ക്സ് അതിനും തിങ്ക്സ്. പിന്നെ എന്താ പറയാ, പിന്നെ എന്ത് ചെയ്യാൻ, എന്തൊരു സിറ്റുവേഷനും ഫണ്ണി ആക്കാനും കുറച്ച് പൊട്ടത്തരൊക്കെ ചെയ്യാനും ഞാൻ തന്നെ വേണമെന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യാൻ. ഓക്കെ, അത് വന്നു. പിന്നെ ഞാൻ എക്സ്പെക്ട് ചെയ്യാത്തൊരു സാധനം വന്നു. നമ്മുടെ മായാനദിയിലെ അപ്പു
പക്ഷെ എനിക്ക് ആ എന്താ പറയുക ക്യാരക്ടർ ഭയങ്കര ഇഷ്ടമാണ്. ആ പടത്തിൽ ക്യാരക്ടർ ഭയങ്കര ഇഷ്ടമാണ്. ലൈക്ക് ഭയങ്കര സ്ട്രോങ്ങും ഇൻഡിപെൻഡൻ്റ് ഒക്കെ ആയിട്ട് ഉള്ളൊരു ലേഡിയാണല്ലോ. അപ്പോൾ മായ നദിയിലെ അപ്പു എന്തർത്ഥത്തിലായി പറഞ്ഞത് എനിക്ക് മനസ്സിലായില്ല, എന്തോ ആയിക്കോട്ടെ, നമ്മൾ പോസിറ്റീവ് മാത്രം എടുത്താൽ മതി. പിന്നെ വന്നത് നമ്മുടെ നന്ദനം സിനിമയിലെ ദേശാമണി അമ്മാൾ, അതായത് നമ്മൾ ഫുൾ ടൈം ഫുഡ് 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 എന്ന് പറഞ്ഞിട്ടുള്ള ആ അമ്മൂമ്മമാരിൽ ഒരാളുണ്ടല്ലോ, ആ പുള്ളിക്കാരി പറഞ്ഞത്. എന്താ ദേശാമണി അമ്മാളുടെ സ്ഥിതി? തീറ്റയ്ക്ക് ഒട്ടും കുറവില്ല, കൂടിയോന്നാ സംശയം. അത് കുഴപ്പമൊന്നുമില്ല. ആ കുഴപ്പം നിക്കാ തീറ്റ. പിന്നെ വന്നത് ഡാർല കോമഡിയാ. അതായത് എന്താ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഡാർല എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ആരാ ഡാർല എന്ന് അറിയാൻ പാടില്ല. ഇംഗ്ലീഷ് മൂവീസ് ഒന്നും അധികം കാണാറില്ല, വളരെ കുറവാണ്. എന്നിട്ട് ഞാൻ നെറ്റിലൊക്കെ പോയി ഡാർല ആരാ, അപ്പോൾ ഡാർല തപ്പിയപ്പോൾ 2 ഡാർല കിട്ടി. ഒന്ന് ഫൈൻഡിങ് നെമോലെ ഡാർലും കിട്ടി, പിന്നെ വേറൊരു ഡാർലും കിട്ടി, വേറൊരു കൊച്ചിൻ്റെ വീഡിയോ കിട്ടി. എന്നിട്ട് ഞാൻ അവസാനം ഫൈൻഡിങ് നെമോലെ ഡാർലിനെ എടുത്തിട്ടു. അപ്പോൾ ഈ മറ്റേ ഡാർല എന്ന് പറയുമ്പോൾ കുറച്ച് ക്യൂട്ടായിട്ടുള്ള കൊച്ചായിട്ടൊക്കെ എനിക്ക് തോന്നി. ഞാൻ സിനിമ കണ്ടിട്ടില്ല, അപ്പോൾ എന്തുകൊണ്ടാണ് ഡാർല എന്ന് പറഞ്ഞത് എനിക്കറിയില്ല. അറിയും നിങ്ങൾ കമൻറ്റ് ബോക്സിലിടാം. അപ്പോൾ ഞാൻ ഈ 2 ഡാർലന്മാരിൽ നോക്കിയപ്പോൾ മറ്റേ ഫൈറ്റിംഗ് നെമോലെ ഡാർല ഒരു എന്താ പറയുക, ഒരു അമ്മച്ചി ലുക്കൊക്കെ എനിക്ക് ഫീൽ ചെയ്തു. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതാവും വിചാരിച്ചു. അത് സ്റ്റോറി ഇട്ടപ്പോൾ അത് പറഞ്ഞ പുള്ളിക്കാരൻ പറഞ്ഞു ആ ഡാർലൈനല്ല ഉദ്ദേശിച്ചത്, മറ്റേ ഡാർലൈനെ ഉദ്ദേശിച്ചത് എന്ന് പറഞ്ഞു. Surprise! It's beautiful. It's a symbol of my undying affection for you. സിനിമേൻ്റെ കഥയൊന്നും എനിക്കറിയാൻ പാടില്ല, എന്തായാലും ഡാർലൈനെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മുടെ ബാസന്തിയിൽ കുറേ ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്, 1-2 ആൾക്കാരല്ല, കുറേ ആൾക്കാർ ബാസന്തിയിൽ പറഞ്ഞിട്ടുണ്ട്. ബാസന്തി ഫാൻസ് ആണല്ല. നാഗവല്ലിനെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ പറഞ്ഞത് നമ്മുടെ ശ്രീകൃഷ്ണപുരത്തെ നക്ഷത്ര തിളക്കത്തിലെ നമ്മുടെ ഇന്ദുമതി. അത് ഞാൻ ഞാൻ ഇന്ദുമതി, ഞാൻ ഏറ്റവും ഡ്രൈ വാഷ് ചെയ്യോ ഒരു റെപ്രസെന്റേറ്റീവ്. ഞങ്ങൾ നല്ല ക്ലോസപ്പാ. യെസ്, ഐ ആം ഇൻ ദി സീ. ബ്രിഡ്ജ് മുംബൈയില്. ഇത് നമ്മുടെ പ്രസ്റ്റീജ് ഷൂസാ. എന്നെ ഇപ്പൊ കണ്ട ഒരു പ്രോസ്റ്റിറ്റ്യൂട്ടീവ് ലുക്കില്ലേ. അത് 5 ചേച്ചിയുടെ ഓർഫൻസാ. ഈ 2 പേരുമായി ഞങ്ങളുടെ ഓർഫൻസ്. വരൂ, സ്കൂൾ ഡ്രിങ്ക്സ് കുടിക്കാം. ഞങ്ങളുടെ ഫോട്ടോയും ഒരു ക്ലോസറ്റിൽ എടുത്തു. ഗാലറിന്ന് അടുത്തത്. വി ആർ അണ്ടർസ്റ്റാൻഡിംഗ്. ഞാൻ ഈ സാധനം സ്റ്റോറി ഇട്ടപ്പോഴേ ഞാൻ വിചാരിച്ചു അതെന്തായാലും പറയും. താങ്ക് യു, സമൂഹഗാനം വരെ ഞാൻ ഒറ്റയ്ക്ക് പാടിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ ആ ഒരു ക്യാരക്ടർ ഞാൻ മനസ്സിൽ വിചാരിച്ചു. ഞാൻ എന്നിട്ട് ആരും എന്തൊന്നും പറയാത്ത വിചാരിച്ചിരിക്കും, പക്ഷെ അത് പറഞ്ഞു, ലാസ്റ്റ് പറഞ്ഞു. പിന്നെ നമ്മുടെ ഫിലോമിന ചേച്ചീനെ പറഞ്ഞിട്ടുണ്ട്. ഏതറിയോ, മൂവി തലേണ മന്ത്രത്തില് മറ്റേ ഡയലോഗ് ഉണ്ടല്ലോ, നിന്നെ കണ്ട എന്റെ തള്ളയോടി. എനിക്ക് വന്ന റെസ്പോൺസസ്. അപ്പം ഇതിൽ നിന്ന് എനിക്കൊരു കാര്യം മനസ്സിലായി, ഞാനൊരു അരവട്ടല്ല പുഴുവട്ടി കേസാണെന്നുള്ള കാര്യം മനസ്സിലായി. അപ്പം നിങ്ങൾക്ക് എന്നെ ഏത് ക്യാരക്ടറായിട്ടാണ് തോന്നുന്നത് ജസ്റ്റ് ഒന്ന് താഴെ കമൻറ്റ് ചെയ്യുക. പിന്നെന്താ പറയുക, പിന്നെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ തൊട്ടപ്പുറത്തുള്ള കുട്ടി ബെല്ലൈക്കൺ അമർത്തുക. അതിൻ്റെ അപ്പുറത്തുള്ള സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുക. അതിൻ്റെ അപ്പുറത്തുള്ള ബെല്ലൈക്കൺ അമർത്തുക. അങ്ങനെയാണെങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ അപ്ഡേറ്റ്സ് കാര്യങ്ങളൊക്കെ കിട്ടുള്ളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി എന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, ബൈ ബൈ.